പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ജീവിതത്തിൽ നമ്മുടെ മാനസിക ആരോഗ്യം നോക്കുകയാണെങ്കിൽ അവിടെയും ഇവിടെയൊക്കെ ചില കറുത്ത മൂലകളുണ്ട് അല്ലേ? ഹൃദയം മുറിപ്പെട്ടിരിക്കുന്നവർക്ക് ജീവിക്കാനുള്ള പ്രത്യാശ ജീവിതത്തിൽ അവർക്ക് ലഭിക്കണം. യേശു കർത്താവ് നമുക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ജീവനുണ്ടാകുവാനുമായിട്ടാണ് വന്നത്. റിഗാർഡ്ലെസ് ഓഫ് ദെയർ പാസ്റ്റ് ഓർ പെയിൻ ഹീലിംഗ് കൊടുക്കണം. അതായിരുന്നു കർത്താവിൻ്റെ ഉദ്ദേശം. ഇന്നത്തെ അല്പചിന്തയ്ക്കായിട്ട് സദൃശ്യവാക്യം 4:23, പ്രോവേർബ്സ് ചാപ്റ്റർ 4:23. സകല ജാഗ്രതയോടും കൂടെ നിൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ നെഗറ്റീവ് തിങ്കിങ്സ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരും. പക്ഷേ അതൊരു റിയൽ ബാറ്റിലാണെന്ന് മനസ്സിലാക്കി യുദ്ധം ചെയ്ത് അതിനെ ഓവർകം ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് കഴിയാം. ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ സൈക്കോളജി എന്ന് പറയുന്നൊരു വിഷയമില്ലായിരുന്നു. ഇന്നിപ്പം 12th പോലും സയൻസ് ആൻഡ് സൈക്കോളജി ഒരു വിഷയമാണ്. സൈക്കോളജിസ്റ്റുകളെ കൊണ്ട് വർദ്ധിച്ചു വരുന്ന കാലമാണ്. സൈക്യാട്രിസ്റ്റിനെ കൊണ്ട് വർദ്ധിച്ചു വരുന്ന കാലമാണ്. സൈക്യാട്രി ഡിപ്പാർട്ട്മെൻ്റ് ഇല്ലാത്ത ഹോസ്പിറ്റൽസ് ഇല്ല. അപ്പോൾ പഠിതാക്കൾ പറയുന്നത് ഒരു ദിവസം 6000 ചിന്തകൾ, മിനിമം 6000 ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുമെന്ന്. ആ ചിന്തകളെല്ലാം നാം നമ്മോട് തന്നെ കോൺവെർസേഷനിൽ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് നീ നിന്നെക്കുറിച്ച് തന്നെ സംസാരിക്കുമെന്ന്. റൈറ്റ്? അത് എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ എന്തൊക്കെയാണ് നീ പറയുന്നത്? ഈസ് ഇറ്റ് ഓൾ നെഗറ്റീവ്? ഓക്കെ. സെൽഫ് ടോക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സാധാരണ വരുന്ന നെഗറ്റീവ് സെൽഫ് ടോക്ക് ഏതൊക്കെയാണ്? സ്കൂളിലേക്ക് പോകുന്ന വഴിയോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സിറ്റുവേഷനിലോ നീ തന്നെ നിന്നോട് പറയുക, ഓ എൻ്റെ പുതിയ ഈ വേഷം ആരും നോട്ടീസ് ചെയ്തില്ല. അയ്യോ അങ്ങനെ നോട്ടീസ് ചെയ്താൽ തന്നെ അവരെന്നെ കളിയാക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് തിരിച്ചു പോയി വേഷം മാറിയാലോ. അടുത്തത്, എത്ര നല്ലതായിട്ടൊക്കെ കാര്യങ്ങളെന്ന് പകൽക്കാലം അക്കംപ്ലിഷ് ചെയ്താലും സന്ധ്യ ആകുമ്പം പറയും, ഓ ഇന്നത്തെ ദിവസം ഒരു തോൽവിയായിരുന്നു, ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ലല്ലോ. അടുത്തത്, മണി ഇഷ്യൂസിനെ നാം കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവസാനം പറയും, ഓ എന്നും ഈ സാമ്പത്തിക വിഷയത്തിൽ എനിക്കൊരു സ്ട്രഗിളാണല്ലോ. അടുത്തത്, ബന്ധങ്ങളെക്കുറിച്ച് കുഞ്ഞെ നീ ചിന്തിക്കുവാണെങ്കിൽ നീ പറയും, ഓ ആരും എന്നെ കരുതുന്നില്ല, വൈ ഷുഡ് ദേ. അടുത്തത്, നീ എന്തെങ്കിലും തെറ്റായൊരു കാര്യം ചെയ്തു കഴിയുമ്പോൾ സാധാരണ ഇങ്ങനെ പറയാറില്ലേ, ഓ ഞാനെന്തൊരു മടിച്ചിയാണ്, എന്തൊരു മടിയാണ്, ഞാനെല്ലാം കൂടെ മെസ്സപ്പ് ചെയ്ത് കളഞ്ഞല്ലോ. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങളും പറഞ്ഞ് നോക്ക്, ചിന്തിച്ച് നോക്കല്ലേ, എഴുതി നോക്ക്. നെഗറ്റീവ് ടോക്സ് ഇങ്ങനെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതിനകത്ത് ഏറ്റവും വേഴ്സ് പാർട്ട് എന്നാന്ന് വെച്ചാൽ ഈ സെയിം കാര്യങ്ങൾ നമ്മൾ നമ്മോട് തന്നെ ഓവർ ആൻഡ് ഓവർ ആൻഡ് ഓവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് പറ്റിപ്പിടിച്ചിരിക്കും. ഞാൻ പറയട്ടെ, നീ ഇമാജിൻ ചെയ്യുന്നതിലും വലിയതാണ്, പ്രാധാന്യമുള്ളതാണ് നീ നിൻ്റെ വാ കൊണ്ട് പറയുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ആ സദൃശ്യവാക്യം 4:23 ആദ്യത്തെ പാട്ടിൽ പറയുന്നത്, സകല ജാഗ്രതയോടും കൂടെ
നിൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക എന്ന്. ഇംഗ്ലീഷിൽ ഇരിക്കുന്നത് ബി കെയർഫുൾ ഹൗ യു തിങ്ക്. എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തെ ഷേപ്പ് ചെയ്യുന്നത് നമ്മുടെ ചിന്തകളാണ്. സൈക്കോളജിസ്റ്റ് ഈ നിയമത്തെ പറയുന്ന ലോ ഓഫ് കോഗ്നീഷൻ. ഈ ലോ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ, നീ ചിന്തിക്കുന്നതിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഇമ്പാക്റ്റ് നീ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ്. നിന്നെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് നീ എങ്ങനെ അത് ഫീൽ ചെയ്യുന്നതെന്നനുസരിച്ചാണ്. അതുപോലെ നീ എന്ത് ചെയ്യുന്നതെന്നനുസരിച്ചാണ്. നമ്മുടെ തോട്ട് പാറ്റേൺ എന്തോ, പ്രത്യേകിച്ച് നമ്മുടെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള തോട്ട് പാറ്റേൺ എന്താണോ ആ ഡയറക്ഷനിലേക്കാണ് നമ്മുടെ ലൈഫ് മൂവ് ചെയ്യുന്നത്. നിൻ്റെ സ്വന്തം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ നീ തന്നെയാണ്. അതായത് നിന്നെ സ്വാധീനം ചെലുത്താൻ ഏറ്റവും അധികം കഴിയുന്നത് നിനക്ക് തന്നെയാണ്. കാരണം നീ നിന്നോട് സംസാരിക്കുന്നത് പോലെ വേറെ ആരും നിന്നോട് സംസാരിക്കുന്നില്ല. അതൊരു വളരെ ശക്തമായ ഫാക്റ്റുമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫാക്റ്റുമാണ്. പക്ഷെ വളരെ സങ്കടമെന്ന് പറയട്ടെ, നീ നിന്നോട് തന്നെ സംസാരിക്കുന്നത്, നീ ഹെയ്റ്റ് ചെയ്യുന്നൊരു ലൈഫിനെ കുറിച്ചാണ് നീ നിന്നോട് തന്നെ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഈ നെഗറ്റീവ് ലൂപ്പിൽ നിന്ന് നാം പുറത്തു വരണം. ലോകം തന്നെ ഓരോ ദിവസം കഴിയുന്നതോറും നെഗറ്റീവായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ക്രോണിക് നെഗറ്റിവിറ്റി ഒരു എപ്പിഡമിക് പോലെ ജീവിതങ്ങളുടെ ഇടയിൽ പടർന്നിട്ട് ജീവിതങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ അത് പോയിസൺ ചെയ്യുക. എല്ലാ വശത്തും പല വിധത്തിൽ. ഞാൻ പറയട്ടെ, നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ പ്രോബ്ലമാണ്, അങ്ങനെ ഒന്ന് മനസ്സിലാക്കിക്കേ. പക്ഷേ അതിനകത്തെ നല്ല ഗുഡ് ന്യൂസ് എന്താണെന്നറിയാവോ? ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കൃപയും ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചിന്തിക്കാൻ തക്കവണ്ണം ചൂസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തന്നെയുമല്ല, നാം എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് നാം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള കാര്യവും മനസ്സിലാക്കുന്നത്. യു ആർ നോട്ട് എ വിക്ടിം ഓഫ് യുവർ ഓൺ നെഗറ്റീവ് തോട്ട്സ്. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 5. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. പ്രൈസ് ഗോഡ്. നമ്മുടെ സ്കിന്നിനെ കുറിച്ചല്ല അവിടെ പറയുന്നത്. കാരണം ഇംഗ്ലീഷിൽ പറയുന്നത് ദോസ് ഹു live according to the flesh have their mind set on what the flesh desires. ഇവിടെ ഈ ഫ്ലഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനെ കുറിച്ചല്ല പറയുന്നത്. ഗ്രീക്കിൽ ഈ ഫ്ലഷ് എന്ന് പറഞ്ഞാൽ സാക്സ്, SARK, സാക്സ്. സാക്സ് എന്ന് പറഞ്ഞാൽ എന്നറിയാമോ? സിൻഫുൾ നേച്ചർ, പാപമുള്ള പ്രകൃതം. അതായത് പൗലോസ് അപ്പോസ്തലനിലൂടെ പറയുന്ന സിൻഫുൾ നേച്ചർ അനുസരിച്ച് ജീവിക്കുന്നവർന്ന് അവരുടെ മൈൻഡ് എവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ വാട്ട് ദ സിൻഫുൾ നേച്ചർ വോണ്ട്സ് ടു ഡു. ജഡസ്വഭാവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യും. അപ്പോൾ അതിന് എന്ത് ഇമ്പാക്റ്റാണ് നമ്മുടെ മേലുള്ളത്? റോമർ 8:6 നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഇറ്റ് ഈസ് ഡാർക്ക്നെസ്, ഇറ്റ് ഈസ് ഡിസ്ട്രക്ഷൻ. പക്ഷെങ്കിൽ ഞാൻ പറയട്ടെ, ഈ വാക്യമൊക്കെ ഫിനിഷ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദ മൈൻഡ് ഗവേൺഡ് ബൈ ദ സ്പിരിറ്റ് ഈസ് ലൈഫ് ആൻഡ് പീസ്. അതല്ലേ നമുക്ക് വേണ്ടത്? ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ മനസ്സ് ജഡം കൺട്രോൾ ചെയ്യാതെ
സ്പിരിറ്റ് കൺട്രോൾ ചെയ്യട്ടെ. സ്പിരിറ്റ് കൺട്രോൾ ചെയ്താൽ അവിടെ ഡെത്ത് അല്ല. കുഞ്ഞെ, നീ എപ്പോഴും കാണുന്ന സോഷ്യൽ മീഡിയ, നീ കൺസ്യൂം ചെയ്യുന്നത്, നീ എപ്പോഴും കേൾക്കുന്ന മ്യൂസിക്, അത് നിന്നെ ആംഗ്രി ആക്കാറുണ്ടോ, ജലസ് ആക്കാറുണ്ടോ? പ്രത്യേകിച്ച് നീ ആരുടെ കൂടെയൊക്കെ സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്, അതിനെല്ലാം ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ജീവിതത്തിന്മേലുണ്ട്. അതുകൊണ്ട് നീ ഹേർട്ടായി പോയാൽ, ബ്രോക്കണായി പോയാൽ, ഡിസ്കറേജ്ഡ് ആയി പോയാൽ, ഞാൻ പറയട്ടെ, ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങളെ ചിന്തിക്കുന്നതിനെ കഴിഞ്ഞ് നീ ലോകത്തിലേക്കുള്ള കാര്യങ്ങൾ ചിന്തിച്ചാലാണ് അതെല്ലാം പ്രശ്നമായിട്ട് തീരുന്നത്. അതുകൊണ്ട് നിൻ്റെ മനസ്സ് സെറ്റ് ചെയ്ത് വെക്കണം. എന്തിൽ? ദൈവത്തിൻ്റെ കാര്യത്തിൽ, ദൈവീയ കാര്യത്തിൽ, ആത്മീയ കാര്യത്തിൽ. അങ്ങനെ വന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ജഡ സ്വഭാവം ഞങ്ങളിൽ നിന്ന് മാറിപ്പോട്ടെ. ആത്മാവിൻ്റെ സ്വഭാവം ഞങ്ങൾക്ക് തരണമേ. ആത്മാവിൻ്റെ ഫലങ്ങൾ ഞങ്ങൾ പെരുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിപ്പാൻ്റെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. ശക്തിമാന്മാരുടെ ബോധനം നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. സർവ്വമൊത്തത്തിനും എനിക്ക് അർപ്പിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെയാണ്.